എന്റെ കാലിങ്ങനെ തടഞ്ഞില്ലേ ഞാൻ നല്ല തട്ടിട്ടുണ്ട് കറക്റ്റ് തന്നെ കുത്തിയില്ലേ ചത്തും ചെയ്തില്ലേ ചത്തു മലന്താ ഇവിടെ വീണു അവന്റെ കാൽമുകൾ നോക്കി രോമാനം മുന്തിക്കണ് തേനീച്ച എല്ലാവർക്കും കുത്തിട്ടില്ല എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല എവിടുന്ന ജി വരുന്നേ തേനീച്ച മരിച്ചു ആരുണ്ടോക്ക് എന്തുവാ തേനീച്ചക്ക് എന്താ പറയാ കാണൂലേ ആരെടുത്താ എവിടെ കുത്തി ഇങ്ങനെ എന്തൊക്കെ കാട്ടിയാണ്ട് കളിപ്പിച്ചോനെ കുത്തിയോല്ല കുത്തണ്ടാന്ന് വിചാരിച്ചിക്കണോ അവനെ അതെന്താ ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു 3-4 ദിവസം പെരലിലായിട്ട് എങ്ങനെയാണ് വ്ളോഗൊന്ന് തുടങ്ങുക. ഇങ്ങോട്ട് വ്ളോഗ് ഈ 10-30 ദിവസം ചെയ്ത് ശീലമായിട്ട് എനിക്ക് വ്ളോഗ് ഇല്ലാതെ എന്ത് ചെയ്തു, ഞാൻ ബാസിലല്ലേ ബുദ്ധിമുട്ടിപ്പോയി. അതായത് ആകെ കഷ്ടപ്പെട്ടു പോയി. വ്ളോഗില്ലാതെ എനിക്ക് കൈ തരിച്ചു പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സോഡകൾ വാങ്ങി ലോഡ് ചെയ്തു. മദർലാൻഡ് മസാല സോഡ കുടിക്കാൻ വേണ്ടി. നമുക്ക് ഈ സൈഡിൽ നോക്കിയാൽ ഉറങ്ങാതെ ചാമ്പ്യൻസ് ലീഗ് കണ്ടിരുന്ന കുറച്ച് വ്യക്തികളെ കാണാൻ പറ്റും. ഒന്ന് അഫി അണ്ണൻ. വരും ദിവസങ്ങളിൽ പരീക്ഷയില്ല എന്നത് തന്നെയാണ് അഫീഫിൻ്റെ ഈ ഇരുത്തത്തിൻ്റെ ഒരു ഇത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പുറത്ത് KP ഇരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല, പോയിട്ട് തിരക്കുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇരുന്ന് KP അങ്ങനെ ഇരുന്നു. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ജാണി മാന ജാണി യു ആർ മൈ കണ്ണിമണി Johnny Mana Johnny, why don't take some money? Papa Baranam Vendappa, idi New York life Nappa, SBK Kottakalta Chikkappa, Dulkarnde Gadiya, അപ്പോൾ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത്ര പല ഫാഷൻ ഡിസൈനേഴ്സിനെയും കോസ്റ്റ്യൂം ഡിസൈനേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പെലച്ചക്ക്, അതായത് നമ്മളെ ആകെ കിട്ടുക പെലച്ചക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോഴിക്കോട് നിന്ന് തൻ്റെ ഷോപ്പിൽ നിന്ന് വണ്ടി എടുത്ത് ഈ പെലച്ചക്ക് 4 മണിക്ക് എൻ്റെ വീട് വരെ വണ്ടി ഓടിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. സമയം 4:10 കേട്ടോ. 4:10 പെരുന്നാൾ ഡ്രസ്സ് ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവൻ നമ്മളെ തേടി വന്നു. അപ്പോൾ തൻ്റെ സ്വന്തം ഷോപ്പായ സറാഷിൽ നിന്നും, ഹൈലൈറ്റ് മാളിലെ സറാഷിൽ നിന്നും നമുക്ക് പെരുന്നാൾ ഡ്രസ്സുമായിട്ടാണ് ഷെയ്ക്ക് ഇത്തവണ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണത്തെ പെരുന്നാളിന് അഫി ഒരു വെറൈറ്റി ഉണ്ട്. എല്ലാ പെരുന്നാളിനും നമ്മൾ എന്താ പറയുക, വാസിലെ എല്ലാം വാങ്ങും. ആ കത്ത് സീൻ കത്താ അടുക്ക് ഈ കത്ത് വരുമ്പോ ഇങ്ങനെ വരണം. വായിച്ചെടുക്ക്. അഡ്രസ് മാറ്റിച്ചോളാം. അത് മടക്കിയേക്ക് പോയത് മടക്കി എടുത്തോളാം. അപ്പൊ ഇത് ഈ കാലയളവിൽ വന്ന ഒരുപാട് കത്തുകൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും മനസ്സോണ്ട് എനിക്കിഷ്ടപ്പെട്ട ഒരു കത്തുകളിൽ ഒരു കത്താണ് ഈ കത്ത്. കാരണം എന്താ, SBK കേൾപ്പിക്കാൻ പറ്റും. വായിക്കണേലുപരി കത്ത് എങ്ങനെ വന്നാലോ അതാ പറഞ്ഞത്. ഇങ്ങനെയാണ് കുറച്ച് കത്ത് വന്നോട്ടെ. കത്ത് വരുന്ന പ്രശ്നമില്ല, കത്ത് വന്നോട്ടെ. അപ്പം 2,500 തൊട്ട് വെച്ചിട്ട് എന്ത് ചെയ്തു, വിത്തുകളും ഉണ്ടല്ലോ, കത്തുകളും വിത്തുകളും. കത്തിനുള്ളിൽ വിത്തായിട്ടാണ് ഈ ഒരു കത്ത് വന്നത്. അപ്പൊ വിത്ത് കത്തും വിത്തൗട്ട് കത്തും വരും കേട്ടോ. ഇത് വിത്തുള്ള കത്താണ് വന്നത് കേട്ടോ. ഇത് വിത്തൗട്ടല്ല, വിത്താണ് വന്നത്. വിത്ത് കത്ത് മനസ്സിലായോ? ഞാൻ വായിച്ചുതരാം. ഹായ് ഹനാൻ, ഒരുപാട് നാളായിട്ട് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഹനാന്റെ വീട്ടിലൊരു ദിവസം വരണം. എന്നും ഹനാനെ അനിമാരെയും ഉപ്പയെയും ഉപ്പമാരെയും ആഴ്ചമാത്താനെയും SBKയും രാധേട്ടനെയും കാണണമെന്ന് ഞങ്ങൾ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. SBK ഇടക്കൊക്കെ വരാറുള്ളെങ്കിൽ SBK ഇടക്ക് മാത്രമേ വരാറുള്ളെങ്കിലും ദുൽഖറിന്റെ കൂടെ നടക്കുന്ന ആളല്ലേ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും SBKക്കും ഉണ്ടാ സൗലഭ്യം. ആ ഒരു ലുക്ക് ഇടതേ ഭാഗത്ത് ചെവിയുടെ സൈഡിലൂടെ ക്യാമറ റൺ ചെയ്ത് പോകുമ്പോൾ കിട്ടുന്നില്ലാതില്ല. ഞാൻ വളരെ ഇൻവേർട്ടറായ ഒരു മനുഷ്യനാണ്. പക്ഷേ ഹനാൻ്റെ ഉമ്മയെ ഒന്ന് കാണണം, ജസീമിനെയും.
ശരീരം ഖത്തറിലാണെങ്കിലും ജസീമിന്റെ മനസ്സ് നാട്ടിലാണ്. ജോർജിയിലാണ്. എന്റെ അമ്മയോട് പറഞ്ഞാൽ എന്റെ അമ്മയുടെ മനസ്സ് വേദനിക്കും. ഇത് മറ്റേ ക്രേസി ഗോപാലന്റെ ഡയലോഗല്ലേ? അല്ലേ? പറയാതെ വെച്ച സങ്കടങ്ങൾ എനിക്ക് ഹാനാന്റെ ഉമ്മയോട് പറയണമെന്ന ആഗ്രഹമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബ്ലോഗുകളിൽ കാണുന്ന ഹാനാൻ അല്ലാതെ ക്യാമറക്ക് പുറകിൽ ജീവിക്കുന്ന ഹാനാനും സുഖമാണെന്ന് കരുതുന്നു. അതൊക്കെ ഒരേ മാതിരി തന്നെയല്ലേ? പിന്നെ ഹനാനോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് പ്ലാവില്ലേ? ഞാനൊരു ദിവസം വീട്ടിലൊരു ദിവസം ചക്ക വ്ളോഗ് ചെയ്യാമോ? എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് ചക്കപ്പുഴുക്ക് ആഴ്ച മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറായി. കഞ്ഞിൻ്റെ കൂടെ 2 സാധനം വെക്കുന്നുണ്ട്. ഒന്ന് കത്തിൻ്റെ കൂടെ 2 സാധനം വെക്കുന്നുണ്ട്. ഒന്ന് പച്ചക്കറി വിത്തുകളാണ്. അത് കർഷകനായ ഹനാന്റെ ഉമ്മക്ക് കൊടുക്കണം. ഹൈബ്രിഡ് വിത്ത്. ഹൈക്രോസിന്റെ പോലെ ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് വിത്ത് കേട്ടോ. മുളപ്പിക്കുന്നതിനും നടുന്നതിന്റെ രീതികൾ യൂട്യൂബ് നോക്കി ഉമ്മക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഇത് അമ്മക്കുള്ള പൈസയല്ല, ആ പൈസ കൊടുത്തു. പിന്നെ 1000 രൂപ ഉണ്ടാവും. അത് ആയിഷമാത്താക്കുള്ള എന്റെ സക്കാത്ത് പൈസയാണ്. ദീകനം മടക്കിച്ചാ നീ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് എന്നറിയാം. എന്നാലും ഇരിക്കട്ടെ എൻ്റെ ആഗ്രഹവും. മാഷാഅല്ലാഹ്. ആയിഷമാത്താക്ക് അത് ഞങ്ങളെ മനസ്സ് തട്ടിട്ടാ. ആയിഷമാത്താക്കുള്ള സക്കാത്തും പൈസ കത്തായിട്ട് അയച്ചു തന്നിട്ടാ. അപ്പം ആയിഷമാത്താക്ക് സക്കാത്തും പൈസ അയക്കാനുള്ളതൊക്കെ അയച്ചോളി. ഞങ്ങളൊരു അഡ്രസ്സ് തരട്ടാ. ആഴ്ചമാത്ത നാളെ മുതൽ പോസ്റ്റ് വരുമ്പോ അവിടെ ചെന്നിക്കും. അയ്യോ ഹനാനൊന്നും തന്നില്ലല്ലേ? സാരല്ല, കത്തിന്റെ കൂടെ ഒരു മുത്തം അയക്കുന്നു. കേട്ടപ്പോ നബില ചിരിയണ്ട, ചിരി വെക്ക്. കത്തിന്റെ കൂടെ ഒരു മുത്തയക്കാൻ നമ്മൾ ഇങ്ങനെ വിഷമിക്കേണ്ട. ഹനാന് വേണ്ടി ഞാനൊരു സാധനം സ്വന്തമായി തയ്യാറാക്കുന്നുണ്ട്. സ്വന്തമായിട്ടോ? അപ്പൊ എല്ലാവർക്കും സ്നേഹം മാത്രം. വീണ്ടും കണ്ടുമുട്ടാം എന്ന് സ്നേഹിതൻ. പേരൂരില്ല. സ്നേഹിതനാണോ? ചെങ്ങായിയാണ്. അപ്പോൾ ഇത്രയാളെ ചോദിച്ചത് വെറുതെ വായിച്ചേട്ടാ. പാവം ചെക്കനെ മോട്ടറായി. പാവം ചെക്ക ആഴ്ചമാത്താക്ക് നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. മാഷാഅല്ലാഹ്. അപ്പം ഇത് അതേമാതിരി മടക്കിയാണ്ട് മച്ചിക്ക് ഇത് ഷെൽഫ് തന്നെ വെച്ചോ. ആഴ്ചമാത്താക്ക് കൊടുക്കാം. എന്താ കുടിക്കണേ? അപ്പോൾ ദുൽഖറൊക്കെ എങ്ങനെ വെച്ചാൽ രാവിലെ 4 മണി ഏർലി മോർണിംഗിൽ ചെറു ചൂട് വെള്ളം കുടിക്കും. ചെറു ചൂട് വെള്ളം കുടിച്ചിട്ടാണ് ദുൽഖർ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എന്താണ് ദുൽഖറിന്റെ കൂടെ ഇങ്ങനെ മാറി മാറി ചെന്നൈത്തെ വീട്ടിലും കൊച്ചിയിലെ വീട്ടിലും ടൈം സ്പെൻഡ് ചെയ്യുമ്പോ ചിലപ്പോ എന്താവും SBKക്കും ആ ശീലങ്ങൾ കിട്ടിക്കൂടാകില്ല. കാര്യമില്ല. അത് കണ്ടിട്ട് ഞാനും ഒച്ചയിലേക്ക് കാര്യമുണ്ടോ? ബിഗ് ബോസിലെ അതേ ബാഗ് കോസ്റ്റ്യൂം അതപ്പോ ആലോചിച്ചു. ബിഗ് ബോസ് ബ്ലൂടൂത്ത് ഉണ്ട്. അതിന് ബ്ലൂടൂത്ത് മൈക്കൊക്കെ മൈക്ക് എടുത്ത് പിടിക്കാം. ഹലോ ഹലോ ബിഗ് ബോസിന് ഇവിടെ മൈക്ക് ഉണ്ടാവും. അത് ബ്ലർ ചെയ്യണ്ടോ? അത് ബ്ലർ ചെയ്യണ്ടോ? ബിഗ് ബോസിൽ ഇത് മൈക്കാണേ. ഈ അതല്ലേ മൈക്ക് നേരാക്കും എന്ന് പറയുന്നത്. അതെല്ലാരും ബാഗ് കണ്ടില്ല. അതല്ല. അപ്പം ഷെയ്ഖ് അവർകൾ കൊണ്ടുവന്ന നമുക്ക് പ്രാവശ്യം എന്താ റെസിപ്പിക്ക് ഷോപ്പിലുള്ള ഡ്രസ്സ് എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പെരുന്നാൾ ഡ്രസ്സുകൾ അടുപ്പിച്ചിരിക്കുകയാണ്. സ്റ്റൈൽ ചെയ്തു. ആര് ചെയ്യണ പോലെ? DQ ചെയ്യണ പോലെ. സിനിമ നടന്മാര് ഉണ്ടാക്കല്ലേ? ചൂടുണ്ടാന്ന് എനിക്ക് മനസ്സിലായിക്കോട്ടെ. എഞ്ചിന്റെ ഉള്ളത് വെള്ളം എനിക്ക് കണ്ടു. ചൂടുവെള്ളം ആഫിയ വെള്ളം ചൂടില്ല. മനസ്സിലായി. വെള്ളം ചൂടില്ല. അടിപൊളി.
അപ്പം ഷെയ്ക്ക് ആളെങ്ങനെയോ ആയിക്കോട്ടെ ഷെയ്ക്ക് ആള് മോശക്കാരനോ. ഗോഡ് ബ്ലസ്സസ് ദോസ് ഹു ബ്ലസ് അതേഴ്സ്. അപ്പൊ ഇത് വൻ മുദ്രാവാക്യട്ടെ. എൻ്റെ അടുത്ത് ഈ സെയിം ടീഷർട്ട് ഉണ്ട്. കാട്ടാളന്റെ ടീഷർട്ട് ഇറങ്ങിയ ടൈമിൽ ഞാൻ അതിട്ട് പോയിട്ടോ. ഗോഡ് ബ്ലസ്സസ് ദോസ് ഹു ബ്ലസ് അതേഴ്സ്. അതെല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ദൈവം നല്ലത് കൊണ്ടുവരും. മറ്റുള്ളവര് നശിച്ചു പോണെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആൾക്കാർ നശിച്ച് പണ്ടാറടക്കും. വാ തുടങ്ങാം. മുബാറക് ഈദ് മുബാറക്. പറയില്ല വേട്ടോ ആഫിയെ ആ റൂമിന്ന് വേട്ടോ. അപ്പൊ അഫി ഇടാൻ പോയിരിക്കാണ്. ഷെയ്ക്കിനോട് ഞാൻ പറയണേ ലൈവായിട്ടാണ് പരിപാടികൾ വരിക. ഫുൾ ലൈവാവും. അപ്പം കട്ടയൊന്നുമില്ല. ആണോ ടെൻഷൻ ഉണ്ടായോ? ഞാൻ അനാനോട് ആദ്യം പറഞ്ഞു ഹലോനോട് പറഞ്ഞു ഇട്ടോക്കിട്ട് എടുത്താൽ മതി. ഇതിണ്ടല്ലടാ ഇതിന്റെ ആണ് നീ എടാ അത് താത്തികളാ. തേനീച്ച അൺലിമിറ്റഡ് തേനീച്ച വരും. ആ ഡോറൊന്നും നടക്കോ? ആ ഇതാണ് ഇന്നത്. ഇതാണോ? പക്ഷേ അല്ലേ പള്ളിക്ക് തിട്ട് പോലെ നടക്കൂല. പള്ളിക്കൊന്നോ വേണ്ട. എന്തിനാണ് എനിക്ക് എന്റെ നാട്ടിൽ ഒരു അറ്റൻഷനും വേണ്ട. ഞാൻ ഇവിടെ വളരെ അറ്റൻഷനിലും സ്റ്റാൻഡേർഡീസിലുമാണ് ഞാൻ ഇവിടെ ജീവിച്ചു പോണത്. അറ്റൻഷനിൽ ജീവിച്ചിട്ട് തന്നെ ഇവിടെ പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, പള്ളിക്കൊക്കെ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വളരെ സമാധാനപരനായിട്ട് വരും. എന്നിട്ട് പിന്നെ ഇതും ഈദ്ഗാഹ് കൂടാ പൊളിക്കാം. നമുക്ക് വെല്ലിപ്പാന്റെ പള്ളിയിലൊന്ന് പോകണം. എനിക്ക് ഒരേ സമയം എനിക്ക് 2 പള്ളിയിൽ പങ്കെടുക്കാൻ പറ്റുമോ? മൂട് 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 സീൻ കിട്ടോ. പെരുന്നാള് കൊണ്ടുപോയി അഫി പെരുന്നാള് കൊണ്ടുപോയി. ഈ ചുപ്പോ നിക്കണോന്ന് ഈച്ചോ വേമ്പോ 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 വേമ്പോ. മാറ്റിവാ വേ മാറ്റി ടൈമില്ല. മാറ്റിവാ, പെരുന്നാളായി. മാസം കണ്ടില്ലേ? ഞാൻ ഇത്തിരാഫിലിരുന്നപ്പോ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. വേണ്ടേ? അപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ കോസ്റ്റ്യൂം നമ്മൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ളത് സെറാഷ് ഷെയ്ഖ് ഡ്രൈവാഷ് ആണ്. ഈ കോസ്റ്റ്യൂം നമുക്ക് ചെയ്ത് സൂപ്പർ ആക്കി ഞാൻ തന്നെ 10 ആളെ മെസ്സേജ് അയച്ചേ. പക്ഷെ അടിപൊളിയായിട്ടോ. സാധനം കൊണ്ടുപോയി അഫിയെ. പെരുന്നാൾ കൊണ്ടുപോയി മൂടായി. ഇതിക്കൊരു ഷൂ കൂടി വന്ന ഞാൻ ഒരു ഷൂ എന്റെ അടുത്ത് ഷൂ ഉണ്ടേ. ഞാൻ ഇതിക്ക് കറക്റ്റ് ഷൂ വാങ്ങി. ഇതൊക്കെ അല്ല അത് പറയാം. ഇത്രയൊക്കെ മാച്ചേ കിട്ടുള്ളൂ. എന്തോ തറച്ചു കയറിയരുത്. കേട്ടോ കവർ നോക്കിയത് ഈ ചുപ്പിട്ടാ. ഇക്കോ എങ്ങനെയുണ്ട് പറയാന്? ഇക്കോ ഇതല്ലേ കൽപ്പിച്ചണല്ലേ?
പക്ഷേ പേടിക്കല്ല മുത്തേ ആദ്യം തന്നെ തിന്നാ ആഫിയ എനിക്ക് ചീസ് നൂഡിൽസ് ഉണ്ടാക്കി തരാം. ചീസ് നൂഡിൽസ് ഒന്നും ഇല്ല അവിടെ ഉണ്ട് നിസാന്റെ 10 പൈസക്കില്ല ആണോ? അതന്നെയാണ് ബാക്കിയായി കിടക്കണേ അല്ലേ? ഈച്ചോ മുബാറക് ഈദ് മുബാറക് നാലിപ്പെന്താ നമ്മള് ബ്രൈഡും ഗ്രൂമോ റിവീൽ ആവാത്ത കോസ്റ്റ്യൂമോ കൊണ്ടിറക്കാൻ നമ്മളങ്ങനെയാണ് റിവീലൊക്കെ ആവും കുറച്ച്. നോട്ട് ഈച്ച് ഓഫ് ചെയ്യണമെന്നാ. പക്ഷെ ഇന്റത് മാത്രമേ പെരുന്നാളിലെന്ന് റിവീൽ ആവുള്ളൂ. ചാമ്പി. അപ്പൊ ഇന്റത് എങ്ങനെയാന്നുള്ള എല്ലാരും കമന്റ് ചെയ്യട്ടാ. കാണിച്ചെടുത്താ കുറച്ച് സുഖമേക്ക്. ഓ മൂടായിട്ടോ. അപ്പൊ നിങ്ങളെ കോളേജ് പരിപാടിക്കൊക്കെ അടിച്ചെടുക്കുവോ? അപ്പൊ എന്ത് പരിപാടി എന്തൊക്കെ പരിപാടി അടിച്ചും? എല്ലാ പരിപാടിക്കും അടിക്കും. എന്ത് പരിപാടിക്കും അടിച്ചും? എന്ത് പരിപാടി ലോകത്ത് നടക്കണ എന്ത് പരിപാടി, കല്യാണം ആവട്ടെ കൊളവാടാവട്ടെ, പൂച്ചക്കും പട്ടിക്കും വരെ അടിച്ചു കൊടുക്കും. നബീലിന്റെ കടന്റെ ഉദ്ഘാടനത്തിന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. കുറച്ച് നമ്മളെ മാർക്കോനെയൊക്കെ ഡ്രസ് ഇട്ട് കൊണ്ടുവരാന്. മാർക്കൊക്കെ ഷർട്ട് ഇട്ടാൻ വരാം. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ആ സൈസിൽ അടിക്കണം എന്ന്. എന്തേ മുടിയെട്ടി. അപ്പം ഇന്റെ എപ്പടണാ ഞാൻ കഴിഞ്ഞിട്ടാ പോകുമ്പടാ എന്റെ മേത്ത് മുടി ഉണ്ടതാ. സൈസ് കറക്റ്റ് ആവും, മാറ്റം ഉണ്ടാവില്ല. പോകുമ്പടാ ഇട്ടിട്ട് പോവാ. അപ്പൊ ഈ ചുല്ലി അഫിന്റെ പെരുന്നാൾ ഔട്ട്ഫിറ്റ് ഇപ്പൊ ചെയ്യണ്ടോ അല്ലേ? ആഫിയാടാ ആഫിയ ഈച്ചോടെ അഫിന്റെ പെരുന്നാൾ ഡ്രസ് ഉണ്ടോ? ഇല്ല, ഫുഡ് കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ? ഞാൻ ഇന്നലെ നോമ്പർക്ക് ഇങ്ങനെ തട്ടിയത് അതല്ലേ അത് നോക്കി. ഞാൻ ഇന്നലെ നോമ്പർക്കോയപ്പോ തട്ടെ എന്താണ് പെരുന്നാൾ നല്ല രസമുണ്ട് അല്ലേ? നല്ല കളറ്, സൂപ്പർ കളർ അല്ലേ? ഇവൻ ചെയ്താണ്. ഇവനാണത് ചെയ്തത്. അർഹിക്കുന്ന അംഗീകാരം. അതിങ്ങനെ മറ്റേ സ്റ്റിച്ച് ചെയ്ത ബാ അങ്ങനെ നീ ജസീം ഒന്ന് പിടിക്കോ ക്യാമറ. ബാ എല്ലാരും മേലക്കരി. ബാ ജിമ്മി വാ. ജസീം വേഗം വരും. എന്ത് ജിമ്മി വാ. അസർ സർപ്രൈസ് ആവാൻ വേണ്ടി 3 മണിക്ക് അവിടെ കാണികൾ പ്രതീക്ഷിക്കാത്ത എൻട്രി. ആയിരക്കണക്കിന് വരുന്ന യുദ്ധ സാമ്രാജ്യത്തിന്റെ അധിപനായ രാജാവ്. അധിപൻ. അപ്പൊ സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് വരുന്ന കുടുംബ പ്രേക്ഷകരുടെയും യുവാക്കളുടെയും യുവതികളുടെയും മനം കവരുന്ന വ്ളോഗിലെ താര രാജാവ് എഴുന്നള്ളുന്നു. ഇതാ അസറു ബാക്ക് ഇൻ വ്ളോഗ്സ്. അസറു അവസാനം പെരുന്നാൾ കണക്കാക്കി ജോർജിയയിൽ നിന്നും കിട്ടാത്ത ഫ്ലൈറ്റ് പിടിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ചു വന്നിരിക്കുന്നു. അസറുദ്ദീൻ തുപ്പിനിക്കാട്. ഇതെന്നാ ഞാൻ ഫുൾ ഔട്ടായി കണ്ടപ്പോ.
അത് വാസിലുണ്ട് ഔട്ടായി പറഞ്ഞാല് പക്ക ഔട്ടായി. ഫ്രിഡ്ജ് വാങ്ങിയായിരുന്നു. ഫ്രിഡ്ജ് ലീക്ക് ആയിക്കണ്ടായിരുന്നു. അതില് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ് എന്തിനാ പോയി വാങ്ങി, ഞാൻ വാങ്ങിക്കൊണ്ടില്ല. എനിക്ക് അറിഞ്ഞിടത്ത് നല്ല വാങ്ങി പറ്റ ലീക്കായി ഫുള്ള് ആടുണ്ടല്ലോ കുറെ. അപ്പൊ അത് നിക്കണില്ലായിരുന്നു. അപ്പൊ ഞാൻ ആയിക്കോട്ടെ അങ്ങനെ വാങ്ങിയതാവും കരുതി. അപ്പൊ ഫ്രിഡ്ജിന്റെ പെട്ടിന്ന് പറഞ്ഞപ്പോ നോയിട്ടാണ് വന്നു. ഞാൻ ഇപ്പൊ മെസ്സേജ് കേട്ടിട്ടാ വരുന്നത്. ആണേ കുറച്ച് ദിവസമായി പറയണേ. ഓനെന്തായാലും അൺഎക്സ്പെക്ട് ചെയ്യണില്ല. ഓൻ എക്സ്പെക്ട് ചെയ്യണില്ല. അതാണ് ഹൈലൈറ്റ്. അപ്പൊ ഞാൻ എന്നാ ടിക്കറ്റ് എടുക്കണേ? ടിക്കറ്റ് എടുക്കാൻ എല്ലാരും തന്നെ പറയണതേ ചാമ്പി ചാമ്പി. നമുക്ക് മദർലാൻഡ് മദർലാൻഡും ഓൻ വരൂല അറിയണ ഷെയ്ക്ക. അവൻ തീരെ എത്തൂല അറിഞ്ഞീ. അങ്ങനെ പെലച്ചൊക്കെ ഒരു അതിഥി വന്നിട്ടുണ്ട്. ജിത് വരെ പെലച്ചോളോകിൽ ഒന്നിലും കൂടിയിട്ടില്ലല്ലോ ഇത്രയും കാലം. 3 വർഷമായിട്ട് ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് പെൽച്ചോളോഗ് അസറോ ഇസ് കമ്മിങ് ബാക്ക്. ആ അയാൾക്ക് ഇങ്ങനെ ആവുണ്ട്. ജിംഷാൻ എന്തും പറഞ്ഞ ക്യാമറ മാറ്റിച്ചേ. കുറച്ചേരം എന്തായാലും അവിടെ കിടക്കല്ലേ ഒന്ന് പറഞ്ഞ എത്ര നേരം 1 മണിക്കൂറിന് നേരായി. ഞാൻ സർപ്രൈസ് ആകാൻ പോയിട്ട് ഇങ്ങനെ കാട്ടുണ്ടാക്കറു. വെക്കാൻ പറ്റില്ല. ഞാൻ ചെരിച്ച കുടിച്ചിക്കണേ. അത് വളയുണ്ട്. ബാക്ക് നോക്കി അഭിനയിക്കാണ് ഇത് നല്ലത്. അതുണ്ട്. അപ്പൊ അത് കാണണമെങ്കിൽ ബാസിന്റെ വ്ളോഗ് കാണും കേട്ടോ. എന്നറിയാ ഇത് കഴിഞ്ഞ് കണ്ടീസ കഴിയോ. കുരിക്കോ കട്ടയണ്ട, കട്ടയാതെ കുരിക്കോ. ഓക്കെ ഡീസാന ഔട്ട് ഓഫ് സ്റ്റോക്ക്. മറ്റേതോ നടക്കുള്ളൂ. റീൽസിലേ പുതിയൊരു എക്സ്പെരിമെന്റ് ഉണ്ട്. എന്താ വത്തക്ക മായം ചേർത്താണോ അല്ലേ അറിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുക്കുക. അന്നേരം അതിക്ക് വത്തക്ക കുറച്ചിടാം. ഇതിക്ക് കളർ ചുവപ്പ് കളർ ആവുണ്ടെങ്കിൽ കുറച്ചിട്ടാ ജിന്ന മായ നോക്കല്ല വാസില കൊടുക്കുന്ന എടാ ഇവിടെ ചേരാം. ഇവിടെ ചെടീൻ്റെ അമ്മയുണ്ട് ഇനി ഈ ഫ്രെയിമിൽ ആകെ ചെടീൻ്റെ ഇടയിൽ വെക്കണോ സിമേ? ആസ്തറ്റിക് ഫ്രെയിം വെച്ചാലോ ഖത്തറിലേ വെക്കണ പോലെ. ഈ സാധനം ചിലപ്പോൾ ഒന്ന് കിട്ടും. ട്രൈ ചെയ്ത് നോക്കണോ? ചെറിയ പൈസയല്ലേ ഉള്ളൂ. ഫ്ലിപ്കാർട്ട് കിട്ടും സാധനം. സ്റ്റോക്ക് ഔട്ട് ഇനി ഫുള്ള്. അതാണ് ടൂട്ടോക്ക് ഇങ്ങനെയൊക്കെ മതി കിട്ടാ. ഓക്കെ ഓട്ടെ. ജസീമേ ഹിൻലെസിന്റെ പരസ്യം കേട്ടാ അവിടെ നിന്ന് ഇരുന്ന എവിടെ അസർ ദുരന്തർ കാണേ. ഇനി
അപ്പൊ പഴയ ദുരന്തരം കാണാൻ വിചാരിച്ചു ഇജല്ലേ ഫസ്റ്റ് നൈറ്റ് നോക്കിയത് ഫസ്റ്റ് നൈറ്റ് അല്ല ഫസ്റ്റ് അനു അപ്പൊ ഇത്ര നേരങ്ങൾ എന്താ ഷൂട്ട് ചെയ്തോണ്ട് നീ ആയിക്കോട്ടെ നമ്മള് ചാമ്പ്യൻ നമ്മളെ കാണിച്ചില്ല ആയിക്കോട്ടെ ഇതിപ്പോ കടിച്ചിട്ടില്ലെങ്കിലും സാധാരണ അഫിയാണ് ഇങ്ങോട്ടെ കടിച്ചാലും കടിച്ചിട്ടില്ലെങ്കിൽ കുറ്റക്കാരൻ നമ്മൾ തന്നെ സാധാരണ അഫിയാണ് അല്ലെങ്കിൽ അഫിയാണ് ബാസിന്റെ പ്ലേറ്റിൽ നിന്ന് എന്തെങ്കിലും നുള്ളി കഴിഞ്ഞാൽ ഒന്ന് ഇഷ്ടമല്ലായിരുന്നു അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ആ ഇത് കേട്ടില്ലേനു ബാസിൽ പറഞ്ഞു അവന്റെ പ്ലേറ്റിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും നുള്ളി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരണ്ടോ ബാസിലെ എന്റെ പ്ലേറ്റിൽ നിന്ന് നുള്ളാൻ ഇപ്പച്ചിന്റെ പ്ലേറ്റ് ഒന്ന് എടുത്തടാ ഉമ്മച്ചിന്റെ പ്ലേറ്റും ചൂടുവെള്ളം ഇത് ഉമ്മച്ചിന്റെ കൂട്ടളാ അതെടുത്തു അല്ലല്ല ഇതിലുണ്ട് അതല്ലേ ഞാൻ അങ്ങനെ ചോറുന്നല്ല ചോറ് വേണ്ടേ ചിക്കെടുത്തോ തിന്നുണ്ട് ഞാനിപ്പോ എന്നെ പറഞ്ഞ എല്ലാവരും ഉണ്ട് കിട്ടിയില്ല എടാ എല്ലാരും ഓരോ ചെറിയ പൊട്ടിച്ചെടുത്താൽ ജസീമിന് എടുക്കാം ചെറിയ പൊട്ട് എല്ലാരും തരുന്നതല്ലേ ഉമ്മച്ചിയെ ഉമ്മച്ചിന്റെ പ്ലേറ്റ് എവിടെ ഇതാ ഉമ്മച്ചിന്റെ ഇതാ ഇമ്മച്ചി നിങ്ങളതാണേ ചൂടുവെള്ളം ആവശ്യമുണ്ടായി SBK പ്രൊഡക്ഷൻ റൂട്ടിലൊക്കെ ഗ്യാസ് ഇല്ലാത്തോണ്ട് മൊത്തം നിർത്തിയോണ്ട് ചൂടുവെള്ളം വേണ്ട ഇവിടെ വിറകുണ്ട് അറിയാന്. ഹലോ അതിന് പറഞ്ഞു ഞങ്ങൾക്ക് ചെറുതായിട്ട് തോട്ടം നിന്നിട്ടുള്ളൂ ഗ്യാരേജിന് മുന്നിൽ കൂടെ റിവേഴ്സ് എടുക്കാൻ ഇജ്ജനെ പറയുന്ന അത്യാവസ്ഥ എടാ ഷൂട്ട് അടക്കുന്നതിന്റെ ലൊക്കേഷനിലാണ് 2 ഫോട്ടോ എടുക്കാം അതിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഇജ്ജ് എത്ര ഓട്ടി ഞാൻ എന്തിനു ഓട്ടണേ അണ്ടജി ഇതന്നെ നേരത്തെ പറഞ്ഞ ഞാൻ ഫുള്ള് ഓട്ടിയാണ് ആളില്ലേ പയ്യന്മാരില്ലേ ദുൽഖർ കാണട്ടെ ഇവള് വ്ളോഗ് ദുൽഖർ വ്ളോഗാണല്ലോ കേട്ടാ നേരെ സ്പീക്ക് യു ആർ ഡിസപ്പോയിന്റഡ് ഡിസ്മിസ്ഡ് ചോദിച്ചത് അസർ ഒന്ന് വരണം കൊറേ പോയിട്ടുണ്ട് ബ്ലോഗ് ഒന്നും കാണുന്നുണ്ട് അസർ ഈ വ്ളോഗിന് വരുമെന്നൊക്കെ ബിഗ മിക്ക കാര്യത്തിൽ പണി പോയി സ്പീക്കന്റെ അത് വേണ്ട 27 അല്ലേ അത് വേണ്ട അത് പറ്റ പ്രവേശം പോവും മാസം 2.5 വേണ്ട പ്രശ്നം പോവും പോവും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോവും ആൾക്കാർക്കും ആളെ മാറ്റിയാലോ സൈക്കോന്റെ കഴിക്കാലോ ഇവിടെ എന്നും സൈക്കോനാവല് ഇന്നൊരാള് മാറട്ടെ അനിയോ ഞാൻ നീച്ചപ്പോ സൈക്കോന്റെ എല്ലാ പണിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇന്ന് അവിടെ വേറെ ആരൊക്കെയോ ഉണ്ട് തിന്നാന് ആദ്യത്തെ നോൻപിനേലും വെറുതെ വാങ്ങിക്കൂട്ടണ്ട അതിന് സൈക്കോനെ തിന്നാൻ വിചാരിച്ചില്ല ആവശ്യമില്ലാതൊരു ഡയലോഗ് ഡെലിവറി ചെയ്ത് നടത്താം ആ സർപ്രൈസിന്റെ ടൈമിന് സാധാരണ ഞാൻ അഭിനയിക്കാത്തതാണ് ഇപ്പൊ ഞാൻ അഭിനയിച്ചു പോയി അങ്ങനെ വെറുതെ ആവശ്യമില്ല സർപ്രൈസ് ആയി ഉണ്ടാന്ന് പോയാതെ അവിടെ വന്നിട്ട് ആവശ്യമില്ലാതെ പറഞ്ഞു എല്ലാ സർപ്രൈസും ഞാൻ അഭിനയിക്കലാണ് പക്ഷെ ഇന്ന് ഞാൻ കറക്റ്റ് സർപ്രൈസ് ആയി സർപ്രൈസ് ആയി ആദ്യമായിട്ടാണ് ഒന്നുമില്ല
ജിംഷാ ഞാൻ കസാഖിസ്ഥാൻ കൂടെ വന്ന് അൽമാട്ടിൽ 2 ദിവസം നിന്ന് എന്നിട്ട് ഡൽഹിയിൽ പോയി. ഡൽഹിയിൽ നിന്ന് പിന്നെ കോഴിക്കോട് 3 ദിവസം മുന്നേ എത്തിക്കണം എന്തായാലും. എനിക്കറിയാൻ പറ്റാ ഇനി ഇതല്ല കോമഡി. അർഷൽ അറിയുമ്പോഴാ കോമഡി. അസുറത്തില്ല ഞാൻ എത്തുള്ളൂ. നോക്കെ അസുറ മുത്ത ഇതെന്നടിക്കരുത് ഞങ്ങൾക്ക് ഒപ്പം പോവാന്നല്ലേ. അല്ല ബനമിക്കാറ് ദുൽഖർ ഔട്ട് ആക്കും. കലച്ച് നേരത്തെ മോഹൻലാലിന്റെ എന്തോ പറഞ്ഞില്ലേ? അടിപൊളി ആക്ടർ മോഹൻലാലിന്റെ വൃഷഭ ഷൂട്ട് ചെയ്ത് എസ്ബിക്ക വൃഷഭ. നിങ്ങളെ ഉറക്കത്തിൽ ഇനി ഞാൻ ഇപ്പച്ചിന്റെ അടുത്ത് പാളും കരുതി. കാരണം ജിംഷ മുഴുവനും വെക്കാം. ഇപ്പച്ചി നേരെ വരിക. എല്ലാരും നോക്കി ഇപ്പച്ചി. അപ്പൊ അസറും എവിടെയെന്ന് ചോദിക്കും വിചാരിച്ചാ. എനിക്കെന്താണ് ഭയങ്കര അറിയില്ല ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓഗസ്റ്റിൽ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞേ. അത് മാത്രമല്ല എന്റെ പോയിന്റോടെ ഒഴിഞ്ഞടക്കാണ്. ക്വസ്റ്റ്യൻ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ത് ക്വസ്റ്റ്യനാണ്? ഞാൻ ഉള്ള നോക്കുക ക്വസ്റ്റ്യനാണല്ലോടാ. ഏത് ചോദ്യം വേണ്ടത് പറഞ്ഞാൽ മതി. നമുക്ക് ജോഗ്രഫി ആക്കാം. ചിക്കൻ വേണ്ടി ജനറൽ നോളജ് ആണോ? വേണ്ട. ജനറൽ നോളജും പറയണ പോലൊക്കെ ഉണ്ടാക്കല. പിന്നെ ജോഗ്രഫി ഇഷ്ടം. ലോകത്തിനെ പറ്റി. ഭൂമിനെ പറ്റി അല്ല ജോഗ്രഫി ഭൂമിനെ പറ്റിയല്ലേ? ഭൂമിനെ പറ്റിയല്ലേ? ഭൂമി നടക്കുന്ന ചാടിപ്പോയാ പിന്നെ ചോറിടാണ്. ചോറ് ഇവിടെ ചോറ് ഇന്നത്തെ ഹൈലൈറ്റ് എസ്ബിക്ക വൃഷഭ ഷൂട്ട് ചെയ്ത്. വൃഷഭ ഫുള്ള് ഷൂട്ട് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്ത് എസ്ബിക്ക. ഞാൻ മറ്റേ കസാഖിസ്ഥാനിൽ പോയി. ടിബിലിസിന്ന് അൽമാട്ടിക്ക പോയത്. വേറൊരു ലൊക്കേഷൻ. ആ അത് കണക്ഷൻ ഇറങ്ങിയിട്ടില്ലല്ലോ. ശരിയാ. അത് ടിബിലിസിന്ന് ഷിംഖത്ത് പറഞ്ഞ സ്ഥലമുണ്ട്. ഇജ് കസാഖിസ്ഥാനിക്ക് എത്ര പോയിക്കണ്? സ്ഥലം കാണാനല്ലോ പോണേ. ഷിംഖത്ത് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. അടുത്ത ഫ്ലൈറ്റ് അവിടുന്ന് അൽമാട്ടി കയറി. അൽമാട്ടിയിൽ 2 ദിവസം. അൽമാട്ടി എവിടെ? കസാഖിസ്ഥാന്റെ ക്യാപിറ്റൽ. എന്നിട്ട് അവിടെ 2 ദിവസം റൂം എടുത്തുനിന്ന്. കാരണം 2 ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റ്. എല്ലാ ആഴ്ചയിലും 2 ഫ്ലൈറ്റ് ഉണ്ട് ഡൽഹിക്ക് ഉണ്ട്. അപ്പൊ അവിടുന്ന് ഡൽഹിക്ക് കയറി. ഇറാന്റെ ഏരിയ നമുക്ക് ദുബായിക്ക് മാത്രം പോകാനോ യൂസ് ചെയ്യുള്ളൂ. മറ്റേത് നമ്മളെ പാകിസ്ഥാന്റെ മേലെ കൂടെ അവിടെയാണ് കസാഖിസ്ഥാൻ. പിന്നെ അവിടെ നേരെ കുത്തനടിക്ക് ഇന്ത്യൻ ഫ്ലൈറ്റുകള് പാകിസ്ഥാൻ എയർസ്പേസിന്റെ മേലെ കൂടെ വിടൂല. അതുകൊണ്ട് കസാഖിസ്ഥാന്റെ എയർലൈൻസ് ആണ് ഞാൻ പോകുന്നത്. എയർസ്ഥാനിലാണ് വന്നത്. ഞാൻ സ്ഥലം പോയില്ല. ഹാപ്പിനെസിന്റെ ചിരിയാണത്. ദോഷമുണ്ട്. നബീലിന്റെ കണ്ണെന്ന് വെള്ളം വന്നു. കാരണം ആദ്യമായിട്ടാണ് ഇത്ര അവാർഡ് വേറെ തൊട്ട് വേറൊരാളെ ഏറ്റവും അങ്ങനെ ഞാൻ കസാഖ് പോയപ്പോഴേ ബാസിൽ 2 പോയതല്ല. എക്സ്പീരിയൻസ്ഡ് ആളെ വരെ അസുറ അവിടെ ഒരു ഡോണർ ഉണ്ട്. അടിപൊളി ഷവർമ ഉണ്ട്. അത് സ്റ്റീം ഷവർമയാണ്. ഞാൻ നോക്കിയപ്പോ ഫുൾ ഷവർമ. ഇതിൽ ഏത് ഷവർമയാണ് ബാസിൽ വെച്ച്? അത് എനിക്ക് ഓർമ്മയില്ല. ഏതൊരു ഷവർമ കടയാണ് എന്തോ പറഞ്ഞു. ഡോണർ തന്നെയാണ് ഷവർമ ഡിസ്ക്.
അർബത്തിലുള്ള കേറുമ്പോ റൈറ്റ് സൈഡിലുള്ള ഷോപ്പല്ല പോയാൽ മതി ആ തടവണല്ലേ അങ്ങോട്ട് ഇരിച്ചോടെ അങ്ങോട്ട് ഇരിച്ചോ ഇല്ല ഇന്ന് കിട്ടാണ് അങ്ങോട്ട് ഇരിച്ചോ അങ്ങോട്ട് ഇരിച്ചാൽ ആ സന്തോഷം ഒന്ന് കാണിച്ചു കൊടുക്കാം കാണികൾക്ക്. ആ സന്തോഷം ഇന്ന് മറ്റൊരാൾ ഇറച്ചിവെട്ടിന് ഇരയാവുമ്പോൾ അപ്പുറം സൈഡിൽ നിന്നും ഇതൊക്കെ സന്തോഷത്തോടെ നോക്കി കാണുന്ന ചെറിയൊരു പുഞ്ചിരിയോടെ നോക്കി കാണുന്ന ഇക്കു ഉള്ളിൽ വൻ ഹാപ്പി. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണ ചെയ്തു. ഞാൻ സ്പീക്കറിലേക്ക് മാറ്റാൻ നോക്കുന്നുണ്ട്, പക്ഷെ മാറുന്നില്ല. എത്താപ്പത് കഥ കണ്ണെന്ന് കാണുമ്പോ ഇമോഷണലായി ആദ്യത്തെ ഒരു ഇങ്ങനെ കുറവാണ് എന്തിനാ? ഇമോഷണലായി സോ അല്ലാ തരിപ്പ് പോയി ഇമോഷണലായി നബില്. ഒരു വെള്ളം കണ്ണൊക്കെ നിറഞ്ഞു കണ്ണൊക്കെ നിറഞ്ഞു. അല്ല, ഇവനെ തിന്നുമ്പോ ഇവന് ചിരിച്ചടാ. ഇപ്പൊ മൂഡ് മാറിയോ? വേറെ ആൾ തിന്നുമ്പോ കരയാ സന്തോഷം കൊണ്ട്. നബിലേക്ക് എന്തിനാ കാര്യം? തീരി ചങ്ങായി എനിക്കല്ലേ എനിക്ക് കുറച്ചൊരു വേണം. സൈക്കോ സൈക്കോക്ക് തലവേദന ഓന്റെ പേരിൽ തന്നെ ഉണ്ടോ ചിരിച്ചുള്ള കാരണം? ബിക്കോസ് ഹീസ് എ സൈക്കോ. ജിംഷാ, അച്ഛനും ഞാനും അറിയില്ല. വണ്ടി ആരൊക്കെ അറിയാൻ ബാക്കില്ലേ? കെന്ത് അച്ചു സാധനം എന്ത് കൊറേ ചോദിച്ചിട്ടുണ്ട്. എന്തായി കരയണേ മോചക്ക് ഇങ്ങനെ ഇടും ഡെയിലി. ഫ്രിഡ്ജിന്റെ പറ്റി അവിടെ അമ്മ വിട്ടുടോ? ഇവിടെ വലിയ പെട്ടി കിട്ടിയ ഞങ്ങള് ആരും അമ്മ എത്തൂലേ ഇതിന്. മുഖം കഴിക്കതാ എന്നോട് ചോദിച്ചോ? ഇങ്ങനെ ചെറുത്തിന് ആദ്യമായിട്ട് എങ്ങനെ ചെറുത്തിട്ടാണേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾക്ക് വെട്ട് കിട്ടണം അപ്പുറത്തെ സൈഡിൽ നിന്ന്. വിട്ട് മാത്രമാണോ ഒരു പിന്നിൽ ബാസിൽ തിന്നു കഴിഞ്ഞു. ഇപ്പോഴും തിന്നാണല്ലോ ഈ ഞാൻ തിന്നലല്ലേ. ഹാപ്പി ഭക്ഷണ മേനു തിരിച്ചു വന്നിട്ടാണ് വിളിച്ചത്. ഭക്ഷണത്തിന് മുന്നെയാണ് ശേഷമാണ് എന്ന് പറഞ്ഞ പോലെയാണ് പോകേണ്ടത്. പത്തക്കല്ലേ തിന്നണേലെന്താ? സാധാരണ ഇവിടെ പെരച്ചക്ക് ബത്തൊക്കെ ഉണ്ടാലുണ്ട്. ഇന്ന് ബത്തൊക്കെയല്ല, കാരണം ഒക്കെ സർപ്രൈസ് 12 മണിക്ക് അതിന് രാത്രി മെസ്സേജ് അയച്ചിട്ടു ജിമ്മിക്കും ഓനും വരുമ്പോ ബത്തൊക്കെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്. പൊട്ടി വരിക. ആനെ പൊട്ടി വരെ തന്നെയാണോ? വേറെന്ത് വിചാരത്തിന്? ഇത് സീരിയസ് ആണ്. മുന്നിൽ കൂടെ നിൽക്കണം.
ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഇങ്ങനെ നീക്കിയപ്പോഴേ ഇതാണ് ചെയ്തത്. നബീലേ ജ്യൂസ് കുടിക്കല്ലേ മദർലാൻഡിന്റെ അവിടെ കൊടുത്തു. ആ സൊറനെ കുടിച്ചു. ഇനി ഇവിടെ മുളക് എന്തെങ്കിലും തീരാത്ത സ്റ്റോക്ക് എന്തെങ്കിലും ഉച്ച വരെ അത് തിന്നു. നോമ്പല്ലേ? ആ നോമ്പില്ലാത്തന്നെ. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ? ചോദ്യം കേൾപ്പിനോണ്ടാണ്. ദാറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. എല്ലാം തിന്നും, എല്ലാം ദഹിക്കും. എല്ലാം തിന്നും, എല്ലാം ദഹിക്കും. ചിലർ അവശേഷിക്കും. നമ്മൾ വെള്ളം കുടിക്കുമല്ലോ, വെള്ളം കുടിച്ചാൽ ചാവും. ഓടും കുതിര അതാണോ? എല്ലാം ദഹിക്കും. നമ്മൾ ദഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വെള്ളം കുടിച്ചാൽ കുടിക്കുന്നത്. പക്ഷെ വെള്ളം കുടിച്ചാൽ കാണിച്ചാവും. തീയോ ഒരു പോയിന്റ് അസുറിനോടാണ്. അസുറു അതിന് നല്ലല്ലോ. അതിന്റെ പേര് ചെയ്ത് അസുറു പോയിന്റ് ഉണ്ട്, സമ്മാനം ഉണ്ടോ? ഇന്നത്തെ ചോദ്യം സ്പീക്കറിനോടും അസുറിനോടാണ്. ജസീമൻ ജാസി നമ്മളെ കൂടെ പണ്ട് ദുബായിലല്ലേ, അപ്പൊ ദുബായ് ജാസി വിളിച്ചാൽ മതി. ജസീം ആയിക്കോട്ടെ. ജാസി നമ്മളോട് എന്തെങ്കിലും അന്നെ നോമ്പ് പറഞ്ഞിട്ടാ. ഇന്ന് നോമ്പ് എത്ര? ഇന്ന് നോമ്പ് 28. ഞങ്ങൾക്ക് അവിടെ 28. ഞാൻ അവിടുത്തെ കണക്കാണ്. എനിക്ക് 28. ഇവിടെ 29. 29. ഞങ്ങൾക്ക് 29 അല്ലേ? ആണ്. നാളെ പെരുന്നാളാണ്. നാളെ ഇന്നല്ല, ഉറപ്പായിട്ടില്ലല്ലോ. നാളെ ഇന്നത്തെ ഇതല്ല. ഇന്നത്തെ നോമ്പ് കഴിയും. കഴിഞ്ഞില്ലേ? 12 കഴിഞ്ഞില്ലേ? AM ആയില്ലേ? 20-ാം തീയതി. വെള്ളിയാഴ്ച അത് സൗദിയിലല്ലേ മാസം കണ്ട്? അങ്ങോട്ട് എത്ര അല്ലേ മാസം കാണാനേ ഓ ഈ അടിയിൽ അടുക്കണ്ട. അല്ല പെരുന്നാളിന് ചാൻസ് അപ്പൊ എന്തിനാ അറിയാത്തോടത്തേക്ക് എന്തിനാണ് കേറി പോയത്? മാസം നോക്കിയാണോ സൂര്യാസ്തമയം നോക്കാം. എനിക്കും കൂടി അറിയില്ല. നോക്കിയാണോ അപ്പൊ ഇതിന് ഇല്ലെങ്കിൽ നമുക്ക് നാളെ പെരുന്നാള് 29 മിനിറ്റ് ഉണ്ട്. ചന്ദ്രൻ സൂര്യൻ അസ്തമിച്ചിട്ട് ചന്ദ്രൻ അസ്തമിക്കാനാണ്. ചന്ദ്രനെ കാണാൻ അല്ലേ? അപ്പം നമുക്ക് സാധ്യത 5-6 മിനിറ്റിനൊക്കെ കാണാറുണ്ട്. ടൈം കൂടുതലുണ്ട് അല്ലേ? എന്തായാലും 29 ആണ് കേട്ടോ. അതല്ലേ ചോദ്യം? അല്ല ചോദ്യമല്ല. നബീൽ ഇന്ന് കഴിച്ചത് നമുക്ക് ഈസി ഓപ്ഷൻ എ മന്തി, ഓപ്ഷൻ ബി തന്നെ കിട്ടും കേട്ടോ. ഒന്ന് പറഞ്ഞാൽ മതി, ഒരു പോയിന്റ് കഴിഞ്ഞാൽ മതി. നെയ്ച്ചോർ. സോറിപ്പാ, മൈ ബാഡ്. ഇവരൊക്കെ ചോദ്യം ഇത് പാടും. പിന്നെ അതിന് രണ്ടാം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. പ്രവാചകൻ ഒരിക്കൽ ഈ പ്രസംഗ പീഠത്തിൽ കയറുമ്പോൾ, സാധാരണ പ്രസംഗിക്കാൻ വേണ്ടി മിമ്പർ എന്നറിയില്ല, കയറുമ്പോൾ ഞങ്ങളുടെ രണ്ടൊരു ടീമാട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. മൂന്ന് പോയിന്റ് അതിലുള്ള കേട്ടോ. ഇപ്പച്ചിക്ക് ഒരു കാര്യം അറിയോ? ഇവൻ മിമ്പറിനെ കയറിയാളാ, ഇവൻ കത്തിപ്പേനി. അതൊന്നും കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല, അത് ഓർമ്മ കിട്ടും. കയറിയപ്പോ 3 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞു. സാധാരണ ഒരാള് പ്രാർത്ഥിക്കുമ്പോ എന്നെ നന്നാക്കണേ, എന്നെ ഹിദായത്തിലാക്കണേ എന്നൊക്കെ പറയുമ്പോൾ ആമീൻ എന്ന് പറയല്. അങ്ങനെ അനുചരന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കണം. സ്റ്റെപ്പ് കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആമീൻ. ആരുടെയോ പ്രാർത്ഥനക്ക് ആമീൻ ആമീൻ. അതിൽ സഹാബികളെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആമീൻ ഇതിന് ഉത്തരം നൽകണേ എന്ന് പറഞ്ഞത്? 3 കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ചോദ്യം. എന്തിനൊക്കെ ആയിരിക്കും ആ പ്രാർത്ഥന? അവിടെ നിന്ന് പറഞ്ഞത് ജിബ്രീൽ എന്ന മലക്കാണ്. അങ്ങനെയാണ് പറയുന്നത്. ജിബ്രീൽ എന്ന മലക്ക് ഒന്ന് ഓർക്കുന്നുണ്ടോ?
ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു. ആ 3 മാറ്റർ എന്തായിരുന്നു? വാട്ട് ഇസ് ദ മാറ്റർ? Option is the Option is one is the connection with the correct answer ആയിരിക്കട്ടോ, with the Ramadan. okay. And the second one is the connection with the parents. With the parents. Okay. And the third with the connection with the Prophet Muhammad sallallahu alaihi wasallam. So first one. അങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ കുറെ ക്ലാസ്സുകളും ഇതൊക്കെ കേൾക്കണല്ലേ, അതിന് കിട്ടണുണ്ട്. അപ്പം എന്താണ് നോമ്പ് റമദാന്റെ ആണല്ലോ. അല്ല, നോമ്പ് 30 നോൽക്കാൻ പറ്റണേ? ഇനി വാറാക്കി പറയട്ടോ. ഒരു ചോദിച്ചാൽ ഒന്ന് പോയി പൊട്ടി. അതന്നല്ലേ ഞാൻ വേറെ രീതി പറഞ്ഞു. അല്ല, ഇപ്പൊ ഈ പറഞ്ഞേ നീ തന്നെ പറയണം. അതൊന്നല്ല, അത് കഴിഞ്ഞു. അതൊക്കെ ചോദ്യം കഴിഞ്ഞു പോയി. ഞാൻ പറട്ടെ അല്ലേ? ഞാൻ പറയാം. ഒരു ജീവിതത്തില് റമദാൻ കടന്നു പോയിട്ടും ഒരു മാറ്റം വരാത്ത ആളെ പടച്ചവനെ നീ ശപിക്കണേന്നാണ്. അത് റീനാൻ പറഞ്ഞില്ലേ, എന്താ എനിക്ക് റമദാൻ കൊണ്ടുള്ള മാറ്റം? 4 മണിക്ക് ചോറുന്ന പഠിച്ചു കത്തില്ല. അങ്ങനെയെങ്കിലും അതല്ല വേണ്ടത്. അതൊരു മാറ്റാണല്ലോ. അപ്പൊ അതാണ് ഒരു മാറ്റം. അപ്പൊ ഇന്ന് 23 റമദാൻ വിട പറയാൻ പോവുകയാണ്. തുടങ്ങിയിട്ട് തുടങ്ങി അവിടെ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കണമെങ്കിൽ ശപിച്ചിരിക്കും. അതാണ് ഒരു മാറ്റം, ഒരു സ്പാർക്ക് നമ്മളതിൽ എന്തെങ്കിലും നമ്മളെ സത്യസന്ധത, നമ്മളെ പങ്ക്ച്വാലിറ്റി, അതൊക്കെ മതിട്ടോ. ഇതൊക്കെ പങ്ക്ച്വാലിറ്റി ഇത് മാത്രം പോരാ. എന്തെങ്കിലും ഇതുകൊണ്ട് ഒരു നല്ല ഗുണം, കുറേ വാല്യൂസ് ഇല്ലേ ജീവിതത്തില്. ഒരാള് ഒരു ഓഫീസിലേക്ക് കയറി ചെന്ന്, ഇപ്പം എൻ്റെ എന്തിനാ അവിടെ ഒരാളെ ഓഫീസിൽ കയറി വന്നു, ഞാൻ അയാളെ പെട്ടെന്ന് എൻ്റെ തിരക്കേണ്ടിരുന്നു. പക്ഷെ ഞാൻ അയാളെ പിരിച്ചു വിട്ടു. പഴയ അയാളൊരു TC തിരഞ്ഞു വന്നിരുന്നു. അവിടെ പഠിച്ച ഒരാളെ 949 പഠിച്ച ഒരാളെ TC പൊടിഞ്ഞ് പോയിട്ട് പേപ്പർ അയാൾ പഠിച്ചു 1ാം ക്ലാസ്സിന് അയാൾ 1ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. 1ാം ക്ലാസ്സിന് അയാളെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തിട്ടുണ്ട്. ലോങ് ആബ്സെൻസ് എന്ന് പറഞ്ഞത് എഴുതി കൊടുത്തു, മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവിടെ 2-3 പ്രാവശ്യം എന്ത് ചെയ്യുക നടത്തിക്കാം. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഏതാണ്, നോമ്പുള്ള ആളാണ് ഇല്ലാത്ത ആളാണെങ്കിലും നമ്മളൊരു ഓഫീസ് ചെല്ലുമ്പോൾ എന്താ നമ്മളെ മനസ്സിലെന്താണ് എത്ര പെട്ടെന്ന് നമ്മളെ കാര്യം നടക്കണമെന്നില്ലാണല്ലോ. ഒന്നില്ലാത്തൊരു സംഗതിയാണ്, ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു ഇതാണ്. പോട്ടെ, ഞാൻ സെക്കൻഡ് വൺ. അപ്പൊ എന്തെങ്കിലും ഒരു അതല്ലാതെ ഇതൊക്കെ പോവും, ഈ സംഗതികളൊക്കെ പോവും. ഇതൊന്നും അല്ല കേട്ടോ. ഞാൻ ജ്യൂസ് കുടിച്ചു, ഞാൻ പിന്നെ ഇത്ര ആട് തിന്നു, കോഴി തിന്നു, ഒന്നുമില്ലല്ലോ. അതൊന്നുമല്ല, അതൊക്കെ പോവും. അതിലൂടെ നമുക്ക് കിട്ടേണ്ട ഒരു നല്ല ഒരു ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു മാറ്റം വരുത്താത്ത ആളെ നിശാപിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ വിത്ത് പാരന്റ്സ് റിലേറ്റഡ്. കേൾക്കണുള്ള ഇങ്ങനെ ഒരു 20 മിനിറ്റ് മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും റമദാനായിട്ട് റിലേറ്റഡ് ആണ്. അതും കഴിഞ്ഞു. ഇത് റമദാന്റെ ഒന്നുള്ളൂ. അത് പാരന്റ്സ് മാതാപിതാക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ ശരിക്കും നോക്കാൻ പറ്റും. മാതാപിതാക്കളോട് ശൗരിക്കുന്ന മക്കളെ ശകാരിക്കുന്ന ഞാൻ ഈ വിഷയത്തിൽ നിരീശ്വരവാദി എവിടെ അറിയോ? പള്ളിയിലെ സെക്രട്ടറി കോടതിയൊക്കെ ആയിരിക്കാണ്ട് അല്ല മജിസ്ട്രേറ്റോട് പറയണേ നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞ പോലെയാണ്. ഡിഗ്രീസ് മീ ദർ ഡിലേറ്റ് മീ ശകാരിക്കാനാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞോളി. അതിന്റെ അടുത്തോടെ അങ്ങനെ വരുന്നുണ്ട്. ഒന്നുകൂടി പറയാം. മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന ഞാൻ അതിന്റെ ഡയറക്ടർ പറയും.
അറബി വാക്ക് പറയാം അത് പറഞ്ഞാൽ പോയിട്ടുണ്ടോ സിമ്പിൾ അറബിക്ക് പറയാം. കേട്ടോ അത് അറബി വാക്ക് പറയണ്ടോ ലാന എന്നാണ് ലഹന. യെസ് മാതാപിതാക്കളെ ശപിച്ച ആളുകളെ ഞാനുണ്ടല്ലോ തൊലഞ്ഞു പോട്ടെ എൻ്റെ വാപ്പിയമ്മി തൊലഞ്ഞു പോട്ടെ നിങ്ങൾ ചത്തു പോട്ടെ തൊലഞ്ഞു പോട്ടെ നശിച്ചു പോട്ടെ ശപിച്ച ആള് അവരെ നീയും ശപിക്കണേ മനസ്സിലായി അതിനാണ് ഒരു ആമി ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പാരന്റ്സ് ഇൻ ദ ലൈഫ് ഇസ് ഇമ്പോർട്ടൻറ്റ്. Then last one with related with the prophet. The importance of the അത് പിന്നെ Parents is life is important. ഇപ്പൊ ബിംബർമലൊക്കെ കയറിച്ച് പറഞ്ഞു ഒരു ഉത്തരം പോലും പറയാൻ ശ്രമിക്കണില്ല. ഞാനൊക്കെ തെറ്റിച്ചിട്ടാണ് ഇതിനെ പറയാൻ ശ്രമിക്കുന്നത്. കോട്ടക്കൽ പള്ളിയിൽ കോട്ടക്കൽ ജുമാ മസ്ജിദില് എത്രയോ കുത്തുബകൾ ഓതിയിട്ടുള്ള മനുഷ്യനാണ് SB കേട്ടോ. ചെമ്മാട്. അനി റമദാൻ മാസത്തെ സോണി കേസവന്റെ ബാറ്ററിന്റെ പെർസെന്റേജ് ചോദിച്ചാൽ പറ്റൂലേ? അല്ല SB പറയും ഏത് പള്ളിക്കലായിരുന്നു? അതൊന്നും പറയണ്ട. എനിക്കിപ്പോ ഇജ് പറഞ്ഞു കൊടുക്കും. ഇജ് അല്ല ഓപ്ഷൻ ഇതിനൊരു 3 ഓപ്ഷൻ ഞങ്ങൾ ചൂസ് ചെയ്യാം. ആരപ്പം നിൽക്കും നമുക്ക് പഠിക്കാൻ പറ്റില്ല. എന്റെ പേരിന്റെ അത് ജനിക്കുന്നതിന് മുന്നേ എനിക്ക് പേരിട്ട് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞ കാര്യം എന്റെ പേര് ആണാണെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ തീരുമാനിച്ച കാര്യം കുട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ആണാണെങ്കിൽ ആ കുട്ടിക്ക് ഇടുന്ന പേര് ഹനാൻ, പെണ്ണാണ് എങ്കിൽ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഹനീന ജനിച്ചു അത് മുമ്പ് തന്നെ ആണ് തിരിച്ചങ്ങാണ്ട് കൊല്ലുന്ന ആൾക്കാരുണ്ട്. പെണ്ണാണെങ്കിൽ അന്ന് ഇപ്പൊ പെണ്ണിനെ കൊല്ലണില്ല, അപ്പൊ പെണ്ണാണിനെ കൊല്ലണത്. അപ്പൊ പെണ്ണ് കിട്ടാത്തതുകൊണ്ട് ഹനാന എന്നാണ് ഈ ഹനാൻ ഇട്ടിരിക്കുന്നത്. ചോദിക്കുന്ന ബാധിക്കുന്നതാണ്. ഏത് സൂറത്തിലെ ആ വാക്കാണത്? അതൊക്കെ ശരിയാണ്. എവിടെ എവിടെ അല്ല അതിൽ കിട്ടുമോ? ഒരു ലേഡിന്റെ പേരാണ് മറിയം. സൂറത്തു മറിയമിലെ സൂറത്തു മറിയമിലെ അല്ല ഇന്നോട് എങ്ങനെയാണ് കുറച്ച് കൂടുതൽ ചോദിച്ചു ചോദിക്കണം. എത്രയും കാലം ഇവിടെ സക്കരിയ നബി തന്റെ കുട്ടിക്ക് സന്തോഷ വാർത്ത അറിയിച്ചപ്പോ യഹ്യ എന്നാണ് യോഹന്നാൻ ഇതിൽ പറയുമ്പോ ബൈബിളിന്റെ ലാംഗ്വേജ് പറയുമ്പോൾ യഹ്യ നബിക്ക് പിന്നെ ഇട്ടപ്പോൾ ആ കുട്ടിന്റെ വിശേഷനായിട്ട് പറഞ്ഞാണ്. എന്താ ഹനാൻ അതിന്റെ അർത്ഥം? ഹനാൻ എന്ന് പറഞ്ഞാൽ ഈ വെറുതെ ഹനാന്റെ അർത്ഥം നബീന്റെ അർത്ഥം അനുകമ്പ, ദയാലു, വാത്സല്യനിധി. ഞങ്ങൾ അത് വിട്ടില്ല കേട്ടോ. പറയാൻ ഒരു അറബി പദത്തിന്റെ കുറെ അർത്ഥങ്ങൾ ഉണ്ടാവും കേട്ടോ. വാത്സല്യനിധി എന്ന് പറഞ്ഞാണ്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ വാത്സല്യത്തോടുകൂടി വളർത്തുന്ന അറിയില്ലേ? ആ ഇത് ഉദ്ദേശം കൊണ്ടാണ് അങ്ങനെ ഉള്ള രീതിയിലാണ് ഇട്ടത്. അതിൽ തന്നെ അതിന്റെ ബാക്കി പറയുന്നുണ്ട് എന്ത് ഹനാനം വർറംബി വാലിദേഹി കണ്ടോ. ആ കുട്ടി ആരായിരിക്കും അറിയാം? ഹനാൻ എന്ന് പറഞ്ഞ കുട്ടി അല്ല യഹ്യ എന്ന് പറഞ്ഞ കുട്ടി ഹനാനായിരിക്കും. വർറംബി വാലിദേഹി മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്യുന്നവനായിരിക്കും. വലം യക്കുൻ ജബ്ബാറൻ അസിയ ഒരിക്കലും അവന് ഡമ്പ് ഉണ്ടാവില്ല എന്നാ. ആ ഗർവ് കാണിക്കൂല അല്ല. ഹനാൻ യഹ്യാന്റെ വിശേഷമായിട്ട് പറയാണ്. ഹനാനം ഇല്ലതുന്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൽ പറയുന്നതാണ്. അപ്പൊ ഹനാൻ എന്നിടുമ്പോ അതിന്റെ ബാക്കിയോടും വരുന്നതാണ് എന്ത്? ഒന്ന് ഗർവ് ഉണ്ടാവില്ല. ഗർവ് എന്ന് പറഞ്ഞാൽ തലക്കനം, ഹെഡ് വെയിറ്റ്, ഇങ്ങനെ വെറുതെ വെയിറ്റ് ഇടുക. അതായത് തണ്ട് കാട്ടി നടക്കുക. എല്ലാവരും വിനയ അതിലെയാണ് ലോങ് ലൈഫ് കിട്ടുള്ളൂ. എല്ലായിടത്തും നമ്മൾ എത്ര ഉയർന്നു കഴിഞ്ഞാലും അറിവ് പ്ലസ് വിനയം. കറക്റ്റ് കേട്ടോ. അറിവ് പ്ലസ് വിനയം. ഇന്ന് നടക്കുന്നത് അറിവ് പ്ലസ് അഹങ്കാരമാണ്. അതാണ് ഒന്നും നടക്കാത്തത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാതെ അത് പോട്ടെ, അവിടെ കഴിഞ്ഞു. അപ്പോ അർത്ഥം എന്താ? എന്തേ കാരണം പുഷ്പം, വെളിച്ചം, ഫ്ലവർ.
പുഷ്പിക്കുന്നവൻ. അങ്ങനല്ല, അസറുദ്ദീൻ എന്നാണ് എന്റെ പേര്. ദീനിന്റെ വെളിച്ചം എന്നാണ് എന്റെ പേര്. പുഷ്പിക്കുന്നവൻ. അസറുദ്ദീന പുഷ്പ ഇതിന്റെ അർത്ഥം എനിക്കറിയാം. ശോഭ ശോഭ, നടത്തുന്നുണ്ട്, അതന്നെ. പ്രശസ്തി, Yes. ഗ്ലോറിയസ് ആ പദത്തിന് അർത്ഥമുണ്ട്. കുറെ ഞാൻ പറഞ്ഞ ഒരു അറബി പദത്തിന് കുറെ അർത്ഥങ്ങൾ ഉണ്ടാവും. അതിൽ പെട്ടാണ് ദീനിന്റെ ശോഭ ഉപയോഗിക്കണതിനനുസരിച്ച് എന്നാണ് എന്റെ ഇത്. അതിന്റെ എന്താ അർത്ഥം? ഷുഹൈബിന്റെ അർത്ഥം ഷുഹൈബിന്റെ ലീഡർ. ഇതെവിടെ വെക്കട്ടെ? ലീഡർ. നയിക്കുന്നവൻ. അതാണ് ഒരു സമൂഹത്തിനെ നയിക്കുന്നത്. ഒരു നക്ഷത്രത്തിന്റെ പേരുണ്ട്, കണ്ട് പിന്നെ ചെങ്കോല് ഇങ്ങനെ കർമ്മത്തൊക്കെ പോയി. അസെന്നാണ് ധീരൻ എന്നാണ്, ധീരൻ. ജസീമിന്റെ പേരിന്റെ അർത്ഥം ജാസി. ജസീം എന്ന് പറഞ്ഞാൽ അറിയോ? ഞാൻ പറഞ്ഞതരോ, അടിവേരിന് പറയാറുണ്ട്. എന്നുവെച്ചാല് ജാസിദ് പോലെ തർക്കമില്ല. പവർഫുൾ തന്നെ, അതാണ് അടിവേര്. അടിവേര് എന്ന് പറഞ്ഞാല് മരം താങ്ങിയിരുത്തലാണ്. മരം താങ്ങിയിരുത്തലാണ്. ദർവേഷ് അറബി അല്ല കേട്ടോ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മഹാൻ, ഉന്നത എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഗ്രേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഷെയ്ഖ് ഉപയോഗിക്കുന്നത്. അത് ഉറുദു ആയിക്കാരം, ഉറുദുലുള്ള. ഇപ്പൊ ഇവന്റെ പേരിലെ ഹനാൻ ഷാ എന്നുള്ളത് ഈ ഷാ ഇതില്ല കേട്ടോ, മറിയമ്മരില്ലേ. എന്റെ പേരിന്റെ ഷോർട്ടാണ്. ഞാൻ ഹസൻ എ, അതിന്റെ ഷോർട്ടാണ് ഷാ. പക്ഷെ അതിനൊരു മീനിങ് ഉണ്ട് ഉറുദുവില്. എന്താ? അമീർ ഷാ, ബഹദൂർ ഷാ. ഷാ കണ്ടില്ല, ഈ ഉത്തരേന്ത്യയിലുള്ള ആളുകളുടെ പേരിന്റെ വാലാണ്. ഷെയ്ഖ് എന്നുള്ളതിന് പകരം യൂസ് ചെയ്യുന്ന ബുദ്ധി ഭയങ്കര നേതാവ് എന്നാണ്. അമീർ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അല്ല, ഇത് ക്ലോസ് ചെയ്യും. ഇതുകൂടി പറയട്ടെ, ലാസ്റ്റ് ഇവരോട് എന്ത് പറഞ്ഞിട്ടാണ് അല്ല, നാളെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഈദ്ഗാഹ് വട്ടത്തിൽ കുത്തിറക്കും. വട്ടത്തിൽ കുത്തിറിട്ട് ഏതൊക്കെ ചോദ്യത്തിനാണ് ആൻസർ പറഞ്ഞത് എന്നോട് പറഞ്ഞു തന്നെ. എന്നിട്ട് അഞ്ചവിടെ ഇതിന്റെ ഫോട്ടോ ഞാൻ എടുക്കും കേട്ടോ. ഇതിന്റെ ഫോട്ടോ ഞാൻ എടുക്കും. എന്നിട്ട് നോക്കുക ഇങ്ങനെ ആ പോയിന്റ് കൂടുതൽ ഏതൊക്കെ അഞ്ചെണ്ണം പറഞ്ഞത്. ഇപ്പൊ കേട്ടോ, കെ പിനോട് ചോദിക്കുകയാണ് എന്റെ കെ പി എന്താ പറയുക, കെ പി എന്റെ ഉത്തരം തീ നെയ്നി അറിയാം. അപ്പൊ അങ്ങനെ ആലോചിക്കും. അതാണ് ആരിന്റെ അഞ്ചിന് 2 പോയിന്റ് ഉണ്ട്. പ്രവാചകനുമായി സംബന്ധിച്ച സംഗതി, റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. അല്ല, നിങ്ങള് 3 ഓപ്ഷൻ തരാന്ന് പറഞ്ഞു. ഒന്ന് റമദാനുമായി ബന്ധപ്പെട്ട്, 2 പാരന്റ്സ്, പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ ഗോഡ്സ് എന്താണ് ഇതിന്റെ ഇംഗ്ലീഷ് പറയാ? സല്ലല്ലാഹു അലൈഹി വസല്ലം ആള് അല്ല, അത് ആദ്യം പറഞ്ഞ് അടുത്ത് കേട്ടില്ല. അതെ, പിന്നെ ഞാൻ ഒരു പരിപാടിക്ക് ജലീല് പരപ്പനങ്ങാടി അറിന്റെ സുഹൃത്താണ്, ഞങ്ങളൊക്കെ സുഹൃത്താണ്, ബ്ലൈൻഡാണ്. അപ്പോൾ അന്ന് നമ്മൾ വീടൊക്കെ ചെറുതാണ്, നമ്മളവിടെ കൂടെ നിർത്താനൊക്കെ. അതുപോലെ രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിക്കാണ്ട് നിലമ്പൂർ TVയിൽ റൂം എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ഒരു കൊതുക് തിരി വാങ്ങാൻ കിട്ടില്ല. ചെന്ന് നോക്കുമ്പോൾ തന്നെ ചുമരും കൂടെ ഇഷ്ടം പോലെയാണ്. ഞങ്ങൾ കുറച്ചുകൂടി ഉറങ്ങി നോക്കുമ്പോൾ ഒന്നുകൂടി നിറഞ്ഞു ചുമരും കൂടെ. ഈ ഞാനൊരു ഗസ്റ്റിനെ കൊടുന്നതല്ലേ, ആകപ്പാടെ ചൊറിഞ്ഞിട്ടും മാന്തിയിട്ടും. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചുമര് കാണാനില്ല, ആകെ കറുത്തൊക്കെ ഫുള്ള് കൊതുകാണ്. ഇവനെ 5 കൊണ്ട് KSRTC കയറ്റി വേണം പരപ്പനങ്ങാടിക്ക്, കണ്ണ് കാണൂല. അതിൽ എണീറ്റു. അതിലിങ്ങനെ മുമ്പ് പുതപ്പൊക്കെ മാറ്റിച്ചാറാണ്. മാഷേ അല്ല കൊതുകല്ലേ എന്നാണ്. അപ്പം ഞാനെന്ത് വിചാരിച്ചാലോ, പിന്നെ ഈ കണ്ണ് കാണൂലല്ലോ അപ്പോൾ ജലീലിന്. ചുമരുമ്പോൾ മൂപ്പര് കാണൂലല്ലോ, എനിക്കല്ലേ കാണുള്ളൂ.
ഇവിടെ കൊതുകല്ലേ നമ്മുടെ നിലമ്പൂർ ഏരിയയിൽ കൊതുകല്ലാണ് ആ ഈ കണ്ണാണാത്ത എൻ്റെ മുന്നിൽ തന്നെ 5 എണ്ണം പാറിപ്പോയി കണ്ണ് കാണാൻ നിങ്ങൾ ഒറ്റൊന്നും കണ്ടില്ലേ അന്നത്തോടുകൂടി ഞാൻ മനസ്സിലായി കണ്ണ് കാണാത്ത എൻ്റെ മുന്നിൽ തന്നെ 5 എണ്ണം പാറിപ്പോയി കണ്ണ് അപ്പൊ ചുമര കൂടെ കണേ പറ്റി പിടിച്ചാണ്ടേ ആവു അന്നോടുകൂടി ഞാൻ നിർത്തി അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇത്ര അടുത്തൂത്തോരോട് കേട്ടില്ലേ ഇത്ര അടുത്തൂത്തോരോട് കേട്ടില്ലേ അപ്പോൾ അത് ഇനി പ്രാവശ്യത്തെ ഈ കൊല്ലത്തെ കലാപരിപാടികൾ ആ വന്ന അച്ചുവിന്റെ പെണ്ണുങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുത്തത് ഞാൻ ഇവർക്ക് എല്ലാരും സഹായിച്ചു ഒരുവിധപ്പെട്ട എല്ലാരും ഉത്തരം ആ സത്യം ഇവിടെ വെളിപ്പെടുത്തണം എല്ലാരും ഉത്തരം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കണെങ്കിൽ ഓരോ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഇരുന്നാണ്ട് ആരറിയോ അപ്പൊ എന്നിട്ട് ആകെ 3 പോയിന്റ് കൂട്ടത്തിൽ നമ്മളെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത് വളരെ നല്ല രീതിയിൽ അതായത് നമ്മളൊന്ന് മിസ്സായി പോയി ഇതേപോലെ 3 ചോദ്യം ചോദിച്ചിട്ട് ഒന്ന് മിസ്സായി പോയിരുന്നു ഇവർ കട്ട് ചെയ്ത് കൊടുത്ത് എന്തോ കുഴപ്പം പറ്റിയതോ ഞാൻ പറഞ്ഞ കൊടുത്തുള്ള എന്തോ പ്രശ്നം പറ്റിയില്ല പക്ഷെ അത് അവർ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തു ആ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഇട്ട് 3ാമത്തെ ഇന്നതാണ് അറിയണം ഓരോരുത്തരും ഇങ്ങനെ നമ്മൾ പറയാൻ വിട്ടുപോയതാണ് വിചാരിച്ചിട്ട് അപ്പോൾ പ്രേക്ഷകരും അവരുണ്ട് അവർക്ക് സമ്മാനങ്ങളൊന്നും ഇല്ലെങ്കിലും അടുത്ത ഇൻഷാ അല്ലാഹ് നമുക്ക് ആയുസ്സും ഒക്കെ കിട്ടുകയാണെങ്കിൽ അടുത്ത റമദാനിലൊക്കെ ഇതേപോലെ ഇരിക്കാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ അന്ന് നമുക്ക് ഒരു പോയിന്റ് അവർക്കും കൊടുക്കാം ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഇത് അല്ലേ കൊടുത്തൂടെ ഓഡിയൻസിന് അവസരം കൊടുക്കാം സാധാരണ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കിസ് മാസ്റ്റർ ഓഡിയൻസ് കിസ് മാസ്റ്റർ അവസാനിക്കാം ഓഡിയൻസ് നോമ്പ് അതിൻ്റെ എടുക്കാൻ ഗൾഫിൽ ഞാൻ നോക്കുമ്പോൾ കാണില്ല കുട്ടികൾക്ക് അതിനെ അതിലേറെ വലിയൊരു കുട്ടി ഞാൻ മറ്റേ പാട്ട് ഉണ്ടോ ബിസ്ക്കറ്റൊക്കെ അന്റെ തിരേന്ന് ഞാൻ കൊറേ മണിക്ക് ആ പണിക്കേക്കിന്റെ അപ്പൊ സുഹൃത്തുക്കളെ മിക്കവാറും ഇപ്പ അല്ല ഇന്ന് മാസം കണ്ട നാളെ പെരുന്നാളല്ലേ നോക്കാൻ പറഞ്ഞു ഉദയാസ്തമയം നോക്കാനേ എവിടുക്കാ പറ്റും ഉദയം തൃക്കേട്ട മൂലം നവമി ചതയുണ്ട് ഉദയല്ല മകയം നബീൽ അങ്ങനെ തപ്പിയതേ ഉദയം നോക്കാൻ പറഞ്ഞു പൂയം ത്രയോദശി ആയില്യം ചതുർഷം വിഷ്ണു ആ ചതയുണ്ട് ഉദയം എവിടെ രേവതി അശ്വതി ഇവരൊക്കെ ഇവിടെ ഉണ്ടോ അതായത് സൂര്യന്റെ നിക്കണ ലെങ്ത്തില്ലേ നിക്കണ ആ ടൈമില്ലേ ആ ടൈം അനുസരിച്ച് കുറെയൊക്കെ മാസം കാണുന്നത് അക്യുറേറ്റ് ആവലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ സുഹൃത്തുക്കളെ 30 ദിവസത്തോളം നീണ്ടു നിന്ന ഈ ഒരു നോമ്പ് പെലച്ച വ്ളോഗ് പരിപാടികൾ വൈൻഡപ്പ് ചെയ്യാണ്. വെരി സാഡ് ആൻഡ് ബാഡ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ പെലച്ച, ഒരുപാട് ആൾക്കാരെ സ്ട്രെസ് ടൈംസ് കാരണം നമുക്ക് എന്നും ഇഷ്ടമായി. നമുക്കിവിടെ ആൾ കൂടുന്തോറും ഞങ്ങൾ ഹാപ്പിയാണ്. ലൈക്ക് ആളില്ലാത്ത നമുക്ക് അതിൻ്റെ ഇടങ്ങാറല്ലേ ബാസിലെ. ഇപ്പോഴത്തെ നമ്മൾ ആരില്ലാതെ ഇരുന്നാൽ നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ അത്താഴത്തിനും നോമ്പിനും ആവറേജ് ഓഫ് 17 മുതൽ 15 വരെ ആൾക്കാർ, അല്ലെങ്കിൽ 15 മുതൽ 20 വരെ ആൾക്കാരാണ് ഇവിടെ ഓരോ ദിവസവും നോമ്പ് എടുത്തിരുന്നതും നോമ്പ് തുറന്നിരുന്നതും. സോ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചു വന്ന ഇപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഒരു നിറഞ്ഞ കൈയടി. കാരണം നമ്മളോട് അഹ്ലൻ യാ റമളാൻ, അങ്ങനെയാണ് റമളാൻ ഇവിടെ പറയാം. അഹ്ലൻ യാ റമളാൻ. അടുത്ത വർഷം ഉണ്ടെങ്കിൽ അടുത്ത വർഷം എല്ലാവർക്കും കൂടുതൽ ആഫിയത്തും റഹമത്തും പടച്ചോ നൽകുമാറാവട്ടെ. ആമീൻ. റമളാനോടെ ഇവിടെ പറയുന്നത് എത്ര റമളാൻ വന്നു പോയി. എന്നിട്ട് ഇപ്പോഴും വായക്കോലിൽ നിന്ന് ഇങ്ങനെ പിന്നെ സക്കാത്ത് ഒരു വീതം കൊടുക്കലുണ്ട്. ഞാൻ ഈ മാസം കണക്ക് തരാം. അല്ല ഈ മാസം ഇന്നെ കണക്ക് തരാം. ഫുൾ പൈസ തരാം. ഈച്ചോ സക്കാത്തും പൈസ അടച്ചോളൂ. സമയമായി. വരുമാനമുണ്ടാക്കുന്നവർ സക്കാത്തും പൈസ കറക്റ്റ് കണക്ക് വെച്ച് അടക്കേണ്ടതാണ്. വരുമാനമുണ്ടാക്കുന്നവർ സക്കാത്തും പൈസ കൊടുത്താ
ഇമ്മാന്റെ അമ്മ കൊടുത്തതല്ല. അങ്ങനല്ല, എന്നോട് പറഞ്ഞാൽ ഇത്ര ഉണ്ട്, എന്റേത് ഇത്ര ഉണ്ട്, നിന്റെ എങ്ങനെയാണ് എന്റെ ഫുള്ള് ഇപ്പച്ചി നോക്കല് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇന്ന് അപ്രതീക്ഷിതമായി നമ്മുടെ വ്ളോഗിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അസറു. അപ്പോൾ നമ്മളെ പെരുന്നാൾ വ്ളോഗിലും പരിപാടികളും ഫുൾ ആക്ടിവിറ്റി ഉണ്ടാവില്ലേ? വേറെയും കുറച്ച് പ്ലാനുകളുണ്ട്. എന്താ അപ്പോൾ പെരുന്നാൾക്ക് എന്ത് പ്ലാനുണ്ട്? ഇജ്ജ് പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യും. നബീലൊന്നും വരൂലേ? നബീലൊക്കെ ഞാൻ അന്നൊരു 10 ഒഴിവുകൾ പറയും. ഇപ്പോഴേ പറയുന്നുണ്ട് ഇന്നെ വരണമെന്നൊക്കെ ചോദിച്ചു. എന്നാലും എന്റെ കൂടെ ഇല്ലേ? കൊച്ചിയിലാണ് നമ്മളൊപ്പം തന്നെ പോയത്. ഇജ്ജ് കൊച്ചി പോണേ കൊച്ചിന്ന് കണ്ടല്ലോ. പറയണ്ട പാവം. അപ്പൊ സുഹൃത്തുക്കളെ ജിംഷ കുറച്ചൊരു വോട്ട് ഓഫ് താങ്ക്സ് പറയണ്ടെങ്കിൽ അഥവാ ഇനി നാളെ പെൽസില്ലെങ്കിൽ. അപ്പൊ സുഹൃത്തുക്കളെ ലൈക്ക് ഒരു മാസമായിട്ട് പറ്റണ സമയത്തൊക്കെ ഞാൻ പറ്റണ പോലെ വ്ളോഗ്സ് ചെയ്യലുണ്ട്. സംഭവം എനിക്ക് ഞാൻ ഇപ്പോൾ കറൻ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ബിസിനസ്സുകളോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്ന പണിയോ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വരുമാനം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് ഓഫ് റവന്യൂ എനിക്ക് ജനറേറ്റ് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അതായത് വളരെ ചുരുക്കം എമൗണ്ട് ഞാൻ ബാക്കിയുള്ള ചെയ്ത് വെച്ചുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഏറ്റവും, അതായത് സമയ ചെലവ് നോക്കുന്നുണ്ടോ. അപ്പോൾ ഒരു പരിപാടി എനിക്ക് 1 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ 1%ഓ 2%ഓ പോലും എനിക്ക് കിട്ടാത്തൊരു സംഖ്യയാണ് എനിക്ക് യൂട്യൂബിൽ കിട്ടുക. ബട്ട് സ്റ്റിൽ എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യലുണ്ട്, മുടക്കാതെ നമ്മളൊരു പാഷൻ്റെ പുറത്താണ് ഞാൻ വ്ളോഗിങ് ചെയ്യൽ. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഹാപ്പനിങ് ആയി നിൽക്കുന്നതും എല്ലാവരും ഒത്തൊരുമയിൽ നിൽക്കുന്നതും കൂട്ടം കൂടി നിൽക്കണമൊക്കെ ഇഷ്ടമാണ്. സോ നമ്മൾ ഈ ചെയ്ത വളരെ താല്പര്യത്തോടെയാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു 30 ദിവസം ഞാൻ പെൽച്ച വ്ളോഗും കാര്യങ്ങൾ. പെൽച്ചൻ്റെ സമയം പറഞ്ഞാൽ ഈ അത്താഴ സമയം എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ എല്ലാവരോടും ഇത്രയും ദിവസം നമ്മളെ സപ്പോർട്ട് ചെയ്താൽ നമ്മളെ വീഡിയോസ് കണ്ട് കുറച്ച് നേരമെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എക്സാം ടൈമിലും നിങ്ങളെ ടെൻഷനുകളും കാര്യം മാറ്റി വെപ്പിച്ച് നമ്മളെ വീഡിയോ കണ്ട് ചിരിച്ച് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ബോയ്സ് ഉണ്ട്, ഗേൾസ് ഉണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എല്ലാം. അതായത് ഒരു സമൂഹത്തിലുള്ള ചെറിയ കുട്ടികൾ, വലിയ കുട്ടികൾ എല്ലാവരും ഉണ്ട്. സോ എല്ലാവർക്കും ബിഗ് താങ്ക്സ് നമ്മളെ കൂടെ നിന്നതിന്. അപ്പം എന്തായാലും വീണ്ടും സൂപ്പർ വ്ളോഗ്സ് വരുന്നേക്കാരം, പെരുന്നാളിൻ്റെ വ്ളോഗ്സ് വരുന്നേക്കാരം. ഇനി നാളെ പെൽച്ചുണ്ടെങ്കിൽ നാളെ പെൽച്ചന്റെ വ്ളോഗും വരുന്നതായിരിക്കും. ലീഡർ ഷുഹൈബ്, ഡിസ്ട്രിബ്യൂട്ടർ സുഹൈബ്. അപ്പോൾ എന്തായാലും ബിഗ് താങ്ക്സ് ഗൈസ്. അപ്പം ആ ടൈമിലുള്ള വ്ളോഗ് അല്ലാത്ത ടൈമിലുള്ള വ്ളോഗ്, കാരണം നോമ്പോറ്റ് വ്ളോഗ് എടുക്കാറില്ല ഇത്ര ഒരു പണി വരില്ല. കാരണം നോമ്പോറ്റ് നിങ്ങളൊരു 10 മിനിറ്റ് സംസാരിച്ച് നോക്കി, തൊണ്ടയിലൊരു തുള്ളി വെള്ളം ഉണ്ടാവില്ല, തൊണ്ട മൊത്തം അടിച്ച് മിന്നിപ്പോവും. അപ്പോൾ നോമ്പിൻ്റെ പല സമയത്തിൻ്റെ സൗണ്ട് നിങ്ങൾ പല വ്ളോഗിലും പല തരത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ത്രോട്ടിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിലും. അപ്പം ശരിക്കും ഒരു സിംഗർ എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഇത്ര ടൈം എടുത്ത് വ്ളോഗിങ്. പക്ഷേ എനിക്കത് എന്തോ ഇഷ്ടമാണ് ചെയ്യണത്. സോ എല്ലാവരും എന്നെ കൂടുതൽ അറിയണേ, അതായത് എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന, എല്ലാവരും കൂടുതൽ നേരം കണ്ടിരിക്കാൻ ആഗ്രഹിക്കണ ഒരു മേഖലയും കൂടിയാണ്. അറ്റ് ദ സെയിം ടൈം പാട്ടിൻ്റെ അതേപോലെ തന്നെ. സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. വ്ളോഗ് ബാങ്ക് കൊടുത്തു. അപ്പോൾ വ്ളോഗാണ് ഇഷ്ടപ്പെടുന്ന മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു കിടിലൻ പെരുന്നാൾ വ്ളോഗ്സുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വേറെ ഒരു ഡെലിവറിൻ്റെ പരിപാടിയും കാര്യങ്ങളും ഒന്ന് വേറെ വ്ളോഗ്സിലും വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ. ബൈ ബൈ. അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞു 5000 രൂപ ഓരോരോ ഉടായിപ്പോ ഞങ്ങളുടെ
ഇറങ്ങുമല്ലോ അനിയോ ആര് മെസ്സേജ് ഇട്ടോ ആ ബ്രോ ഞാൻ കുടുങ്ങി ബ്രോ എന്ത് മെസ്സേജ് റിപ്പോർട്ട് എടുത്തിട്ടില്ല ഞാൻ ബ്രോയോട് താങ്ക്സ് ജയ്സിന്റെ ആളല്ലേ എത്ര എന്നിട്ട് എനിക്ക് എന്താ സ്ക്രീൻ റെക്കോർഡ് ഒരു മിനിറ്റിന്റെ അടുത്തുള്ള സ്ക്രീൻ റെക്കോർഡ് ആണ് സ്ക്രോൾ ചെയ്തിട്ട് മെസ്സേജ് അയ്യാ വെറുതെ കാണിച്ചെടുത്തേനി സംഭവം എൻക്വയറി ഉണ്ടോന്നോ ഓൻ പറഞ്ഞു ബ്രോ ഇന്നലെ പുള്ളി എന്നിട്ട് തീർന്നില്ല ഇനി ഇന്ന് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞു കാര്യം പെരുന്നാളായിട്ട് ജയിച്ചിട്ട് ഇതൊക്കെ പെരുന്നാളിലൊന്നും ജേസി കച്ചവടം കിട്ടാത്ത ഇതാട്ടോ ഓന്റെ എന്നിട്ട് തീർന്നിട്ടില്ല ഓൻ എന്നിട്ട് അത്ര ചെയ്തിട്ടുള്ളൂ സ്ക്രീൻ റെക്കോർഡ് ഓന്റെ എങ്കത് ആ ചെക്കന് കുറച്ച് ജേസി കൊടുത്തിടാൻ പറയുന്നോ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് അഫിക്ക് കുറച്ചുകൂടി ജേസി കൊടുത്തിടാൻ പറയും വെറും ജേസി അത്രയും വിട്ടാണ് കുത്തിയോ കുത്തി ഓനെ കോമ്പസ് എല്ലാവരും കാലിലുത്തേരി ഓടി കയറിക്കോളി ഓടി മേലെ കയറിക്കോളി ഉച്ചക്ക് ബൈ